അത് കേൾക്കണം. എൻ്റെ മോളെ കൊച്ചായോണ്ട് പറയണതല്ല, എന്ത് പറഞ്ഞാലും അനുസരിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും. മക്കളെ ഇനി വാന്ന് പറഞ്ഞാൽ അവൻ അപ്പഴി വരും, മക്കളെ അങ്ങ് പോവാന്ന് പറഞ്ഞാൽ അവൻ അപ്പഴങ്ങ് പോകും. പക്ഷെ മരുമോളെ കൊച്ച്, അതായത് എൻ്റെ മോൻ്റെ കൊച്ച്, ഒന്നും പറഞ്ഞാലും കേൾക്കൂല. സംസാരിക്കണൊക്കെ ആണെങ്കിൽ ഒരു വെക്കളത്തിലും പിടിച്ചത് സംസാരമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടേ ഇല്ല. പിന്നെ അങ്ങനെ അങ്ങ് പോണ്. പിന്നെ എന്ത് ചെയ്യാൻ, പറഞ്ഞ വല്ലതും കേൾക്കണ്ടേ? പറഞ്ഞാൽ കേൾക്കേയില്ല. പക്ഷെ എൻ്റെ മോളെ മക്കൾ ഇരുന്നിരുന്ന് വരും. ഭയങ്കര കാര്യമാണ്, സ്നേഹമാണ്, കെയറിങ് ആണ്, എല്ലാമാണ്. ആ അവരെ കാണാതിരുന്ന് ഞാൻ കൊതിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ, കാണാൻ പറ്റണ്ടേ? എന്ത് പറയാ. പക്ഷെ ഇവിടെ ഉള്ള രണ്ടെണ്ണം, എൻ്റെ അമ്മോ എന്തോന്ന് ശല്യങ്ങളാണെന്തോ, സംസാരവും ബഹളവും. എനിക്കൊരു സമാധാനം തരൂല. ഒരിടത്തൊന്നും ഇരിക്കാൻ പറ്റൂല, അതല്ലേ പ്രശ്നം. ഒരിടത്തൊന്നും ഇരുന്ന് നമുക്ക് വല്ലതും പറയണ്ടേ, അല്ലെങ്കിൽ ഒന്ന് കിടക്കാനോ ഒന്നിനും പറ്റൂല. അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ ഉടനെ വരും. എന്റെ ദൈവമേ, എനിക്ക് ചെവി കേൾക്കാൻ വയ്യ. പിന്നെ അങ്ങനെ പോണം, അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. വേറെ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ ഒരു വിധി. പിന്നെ എൻ്റെ മോളെ കൊച്ച് വന്ന ഡ്രോയിങ് ബുക്കുണ്ട്, ഡ്രോയിങ് ബുക്ക് എടുത്ത് വെച്ച് വരച്ചുകൊണ്ടിരിക്കും. എന്ത് പറഞ്ഞാലും അവൻ അവിടെ ഇരുന്ന് വരച്ചിരിക്കും. പിന്നെ വെള്ളം കുടിക്കാനെങ്കിൽ അടുക്കളയിൽ ചെന്ന് വെള്ളം എടുത്ത് കുടിക്കും. പലഹാരം വല്ലതും വേണമെങ്കിൽ അടുക്കളയിൽ ചെന്ന് അവൻ തന്നെ അതെടുത്ത് കഴിക്കും. അപ്പം അതൊക്കെ ഒരു ഇതല്ലേ. എത്രയായാലും അത് എൻ്റെ മോള് വളർത്തിയതിൻ്റെ ആ ഒരു ഇതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇവിടെ ഒരുത്തിയുണ്ട്, വളർത്തി തൊലച്ച് വെച്ചിരിക്കണം. ആ പിള്ളേരെ തൊലച്ച് വെച്ചിരിക്കണം. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് വിറയലാണ് വരണം, വിറയല്. എന്ത് ചെയ്യാൻ.